ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ ഈ ദൃശ്യങ്ങളിൽ ഈ അപകടം സംഭവിച്ച അപകടത്തിൽ ഉണ്ടാക്കിയ ആ ലോറി നമുക്ക് കാണാൻ, ലോറിയുടെ മുൻഭാഗമൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നിരിക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് ഈ ഒരു കാഴ്ച മാത്രം മതി, കാരണം ഇതിൽ നിന്നെല്ലാം വ്യക്തമാകും. കാരണം ഇങ്ങനെ ഒരു ടിപ്പർ ലോറി തകരണമെങ്കിൽ, ഇതിൻ്റെ മുൻഭാഗം ഇങ്ങനെ ആവണമെങ്കിൽ എത്രമാത്രം വലിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ചേട്ടാ, വലിയ വിഷമമല്ലേ? വലിയ വിഷമമാണ് ചേട്ടാ. അപകട സമയത്തോടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു, അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോ? അപകടം ഒന്നും അറിയാൻ വയ്യ. വലിയ വിഷമമല്ലേ നാട്ടിൽ? ആളുകൾക്കൊന്നും തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചൊക്കെ ഇത് വലിയ വിഷമമാണ്. സ്വാഭാവികമാണ് ജയശങ്കർ. രാവിലെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു അപകടം ഉണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അപകടത്തിന് ഇരയാകുന്നു എന്നുള്ളൊരു സാഹചര്യം ഒരു നാടിനെ തന്നെ പിടിച്ചു കുലുക്കുന്നതാണ്. വലിയ മണിക്കൂറുകൾ നീണ്ട ആശങ്കയും അവിടെ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ആ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. നാട്ടുകാർ മുഴുവനും അവിടേക്ക് എത്തുകയാണ്. അപകടം അറിഞ്ഞവരൊക്കെ വീണ്ടും വീണ്ടും അവിടേക്ക് എത്തുകയാണ് അല്ലേ? നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ നിലവിൽ കാര്യങ്ങൾ കൂടുതൽ പേരില്ല. ഇപ്പോൾ ഇവിടെയും ടിപ്പർ ലോറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മറിഞ്ഞ മണ്ണ് അത് കോരി മാറ്റുകയാണ്. അവിടെ മണ്ണും കല്ലും ഒക്കെ തന്നെ ഉണ്ട്. അത് മാറ്റിയാൽ ഒരുപക്ഷെ മാറ്റലിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇനി ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ആ JCB ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് അവിടെ നിന്ന് മാറ്റാനുള്ളൊരു നീക്കമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഉണ്ട്. ഇനി മണ്ണ് മാറ്റുമ്പോൾ ഈ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മണ്ണും ഇതൊക്കെ മാറ്റാനുള്ളൊരു ശ്രമം നടന്നത്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടിക്കിടക്കുന്നുണ്ട്. രാവിലെ 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും നാട്ടിൽ തന്നെ ആകെ നടക്കുന്ന ഒരു സംഭവമാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടി നിൽക്കും. ചേട്ടാ, ഈ അപകട സമയത്ത് ഇല്ലായിരുന്നു, അപ്പോൾ അറിഞ്ഞു വന്നതാ. വലിയ ഞെട്ടലായല്ലേ? വല്ലാത്തൊരവസ്ഥയായി പോയി. കുട്ടികളൊക്കെയാണ്? കുഞ്ഞുങ്ങളാന്നൊക്കെ പറയുന്നു. എന്തോന്നുള്ളത് കൺഫേം ആയിട്ടില്ല, നമുക്കറിയില്ല. മാധു, കൂടുതൽ ആളുകളും ഈ അപകടം അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളാണ്. കാരണം നാടിനെ നടുക്കിയ വേദന ഉണ്ടാക്കുന്ന വിവരം അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളാണ് കൂടുതലും. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. സ്കൂൾ സമയമായിരുന്നു. ആ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി പുറപ്പെട്ട കുട്ടികളാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽ പെടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നാടിനെ ആകെ മൊത്തത്തിൽ നടുക്കിയ, വലിയ വേദന ഉണ്ടാക്കിയ ഒരു അപകടമാണ്. ആ അപകടത്തിൽ എന്തായാലും 3 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേർ ഗുരുതരാവസ്ഥയിലുണ്ട്. ഇനി മറ്റു വിവരങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. ഇതിൻ്റെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ടിപ്പറിൻ്റെ അമിത വേഗത തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ വരാനുണ്ട്. എന്തായാലും വലിയ തോതിൽ നാടിനെ നടുക്കിയ, വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിലാണിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് മണ്ണുൾപ്പെടെ മാറ്റാനുള്ളൊരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ നാടിനെ നടുക്കിയ, നീലേശ്വരത്തിൽ നടുക്കിയ ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത്. സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ലോറി നിയന്ത്രണം തെറ്റുകയും ബൈക്കിലിടിച്ച് നിയന്ത്രണം തെറ്റിക്കൊണ്ട് ഇടിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് വളരെ വലുതാണ്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചേട്ടാ, വലിയ നടുക്കലുണ്ടാകുന്നൊരു സംഭവമാണ്. ആ സമയത്ത് സംഭവ സ്ഥലത്തില്ലായിരുന്നു, പിന്നീടാണ് വന്നത്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന കുട്ടികളാണ്. ടിപ്പറൊക്കെ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്. ഇത് നിയമമുള്ളതാണ് രാവിലെ ഓടരുതെന്ന്. പക്ഷേ നിരന്തരമായി ഈ റൂട്ടിലൂടെ ടിപ്പർ രാവിലെ മണ്ണും എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ 10 മണി വരെ ഓടരുതെന്നുള്ളൊരു നിയമമൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇത് എന്തായാലും വേദനാജനകമായ വലിയൊരു വണ്ടിയാണ്, കള്ളവണ്ടിയാണ്. അതാണ് ഇത്ര സ്പീഡിൽ ഇവർ രാവിലെ വണ്ടി ഓടിച്ചു പോകുന്നത്. ഈ നിയന്ത്രണം വരുന്ന സമയമാകുമ്പോഴേക്കും തീർക്കാനുള്ള ഓട്ടം രാവിലെ 6 മണിക്ക് തുടങ്ങുന്നവർ ഓടിയിട്ട് കുറച്ച് അടിച്ചു വെച്ചവരെ നിർത്തും. ഇതാണ്
എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ ടിപ്പറൊക്കെ തന്നെ അമിത വേഗതയിലായിരുന്നു എന്നാണ് മധു പറയുന്നത്. പ്രത്യേകിച്ച് ഈ രാവിലെ കള്ളോട്ടം അല്ലെങ്കിൽ ഈ മണ്ണുമായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ വേഗതയിൽ തീർക്കാനുള്ളൊരു ഓട്ടം, അതിനിടയിൽ പറ്റിയ അപകടം എന്നൊക്കെയാണ് ഇതിനെ നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വലിയ വിഷമവും വേദനയൊക്കെ തന്നെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ചേച്ചി, ഈ അപകട സമയത്ത് ഇവിടെ ഞാൻ വിളിക്കാം. ഉണ്ടായി? 10 മിനിറ്റിനകത്തെത്തി. ഞാൻ വന്നതിന് ശേഷമാണ് ടിപ്പർ മാറ്റിയത്. നമ്മൾ വന്നപ്പോൾ എന്താ കണ്ടത് ഇവിടെ? ഞാൻ വരുമ്പോൾ ബോഡികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാൻ വന്നതിന് ശേഷം 4-5 ബോഡികൾ കൊണ്ടുപോയിട്ടുണ്ട്. വലിയ ഞെട്ടലല്ലേ? കാരണം ഈ ടിപ്പർ ഞെട്ടലാണ്. നമ്മുടെ നാടിനെ നടുക്കിയ വലിയൊരു സംഭവമാണ്. നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്.